നമസ്തേ. യോഗിയെ പറ്റി പറയുമ്പോൾ കേരളത്തിൽ BJP എന്ന പ്രസ്ഥാനത്തിനോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരുതരം പിണറായിസ വീഡീസ കൂട്ടരെ നിങ്ങളോടാണ്. ഭാരത വികസന ലക്ഷ്യബോധമുള്ള ജനതയ്ക്ക് പറയാനുള്ള വെടിപ്പായ സത്യം. അത് നിങ്ങൾ കണ്ണടച്ചിരുന്നു കൊണ്ട് ചെവി മാത്രം തുറന്നു കേൾക്കുക. യുപിയുടെ ഗതി പോലും മാറ്റി എഴുതപ്പെടുന്ന BJPക്കാരൻ എന്നതല്ലെങ്കിൽ ആ മഹത്തായ കാവ്യകുപ്പായം എന്നതാണോ നിങ്ങളുടെ പ്രശ്നം? യോഗിയിൽ ഭാരതം കണ്ട ഏറ്റവും വലിയ അതിശയം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചെയ്ത നിരവധി വികസനങ്ങൾ അവിടെയുള്ള മുസ്ലിം ജനങ്ങളോട് മാത്രം ചോദിച്ചു നോക്കൂ. അവർ പറയുന്നത് മാത്രം നിങ്ങൾ വിശ്വസിക്കൂ. അതാണ് ഭാരതം കണ്ട അഴിമതിരഹിത മുഖ്യമന്ത്രി. ഈ പിണറായി അതിന്റെ 7 അയൽവക്കത്ത് പോലും എത്തില്ല. 2017 യോഗി അധികാരത്തിലെത്തുമ്പോൾ അഴിമതി കൊണ്ട് വരഞ്ഞ UP ജനതയുടെ പരാതി രഹസ്യാന്വേഷണ ഏജൻസി വഴി അറിഞ്ഞ യോഗി അവരെ തെക്ക് വടക്ക് സ്ഥലം മാറ്റി. പഞ്ചിങ് കർശനമാക്കി. സർവീസിൽ കയറിയവരുടെ ആസ്തി റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. അവരുടെ തന്നെ വാർഷിക ബാങ്ക് ബാലൻസ് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ചെയ്തു. മാറ്റമുണ്ടാകുന്നവന്റെ ബാങ്ക് ബാലൻസിന്റെ സ്രോതസ് കണ്ടെത്തി ഖജനാവിൽ പിടിച്ചെടുത്തു. പോലീസ് വ്യഭിചാരം അവസാനിപ്പിച്ചു. ജനങ്ങൾക്ക് പോലീസ് നീതി നിഷേധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി. ഉത്തരവാദിത്തം നഷ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കി. ബയോമെട്രിക് സംവിധാനത്തെ വെല്ലുവിളിക്കുന്നവരെ പുറത്താക്കി. മന്ത്രിമാർ വാർഷിക വരുമാനം തെളിയിക്കുന്നുണ്ടോ എന്ന് വിജിലൻസ് അന്വേഷിക്കുന്ന അവസ്ഥയുണ്ടാക്കി. 45 ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഏകീകരിച്ച ഏകജാലക സംവിധാനമുണ്ടാക്കി. 500 സേവനങ്ങൾ. ജനങ്ങളെ ഓഫീസിൽ കയറിയിറങ്ങി സമയനഷ്ടം ഉണ്ടാകാതിരിക്കാൻ അതിവേഗ തീർപ്പ്, ദിവസത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ട നടപടികൾ ഉണ്ടാക്കി. ട്രഷറി മുഴുവൻ ഓൺലൈനാക്കി. ഇഷ്ടക്കാർ മുട്ടിവിളിക്കാതെ സീനിയോറിറ്റി മാനദണ്ഡമാക്കി. 7 ജില്ലാ പോലീസ് മേധാവികൾക്ക് മജിസ്ട്രേറ്റ് പദവി നൽകി. കോടതികളിൽ പോകാതെ കേസ് തീർപ്പാക്കുന്നതിന് പച്ചക്കൊടി നൽകി. 40-50 വർഷം നീണ്ട കേസുകൾക്ക് ഒരാഴ്ച കൊണ്ട് തീർപ്പാക്കിയ നിരവധി കേസുകളിൽ വക്കീലന്മാർ വരെ അധോഗതികളിലായി. 1,37,000 പോലീസുകാരെ മെറിറ്റ് അടിസ്ഥാനത്തിൽ UP നിറയെ വിന്യസിച്ചു. അവിടെ മെറിറ്റിന് പ്രാമുഖ്യം നൽകി. കേരളത്തിൽ 1ാം റാങ്കുകാരി ജോലി കിട്ടാതെ കരഞ്ഞു നടക്കുമ്പോൾ UPയിൽ നേരിട്ട് മെറിറ്റ് അനുപാതമാക്കി സൈബർ സെല്ലുകൾ വ്യാപകമായി. സൈബർ കുറ്റം ചെയ്യുന്നവരെ 12 മണിക്കൂർ പോലും കാത്തിരിക്കാതെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥ വന്നു. അടികിട്ടേണ്ടവൻ അടിയും വെടികിട്ടേണ്ടവന് വെടിയും നൽകി. വ്യവസായ സ്ഥാപനങ്ങളിൽ അനാവശ്യ ഇൻസ്പെക്ഷൻ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ തൂക്കിയെടുത്ത് വ്യവസായ സ്ഥാപനങ്ങളിൽ കൂടുതൽ തൊഴിലവസരം നൽകി. വൈദ്യുതി, ഗാർഹിക വില്ലേജ് അവസരങ്ങളിൽ സ്വയം അറ്റസ്റ്റ് ചെയ്യുന്ന നിയമം കൊണ്ടുവന്നത് വഴി ഓഫീസുകളിൽ ചെന്ന് കെട്ടിക്കിടക്കേണ്ട അവസ്ഥ UP ജനതയ്ക്ക് ഉണ്ടാകില്ല എന്നായി. 100 ലക്ഷം കോടി എന്ന മുന്നേറ്റത്തിലേക്ക് UP GDP ഉയരുമെന്ന് വേണം കരുതാൻ. ഈ കഴിഞ്ഞ ജനുവരി 31 മുൻപ് എല്ലാ ഉദ്യോഗസ്ഥരുടെയും സ്വത്ത് വിവരം ഇൻക്ലൂഡിംഗ് പേഴ്സണൽ സ്റ്റാഫ് ആൻഡ് മിനിസ്റ്റേഴ്സ് പ്രസിദ്ധപ്പെടുത്തി കഴിഞ്ഞു. ഇവിടെയും 10 വർഷം വാഴ വെച്ച മുഖ്യമന്ത്രി ഉണ്ടായി. ജനങ്ങളുടെ പണം എന്തിന്? വയനാട് ദുരന്തത്തിന്റെ പണം, അയ്യപ്പസ്വാമിയുടെ സ്വർണം, സഹകരണ സംഘത്തിന്റെ പണം, ഹിന്ദു ജനതയുടെ ക്ഷേത്ര കാണിക്ക, മദ്യത്തിന്റെ, ലോട്ടറിയുടെ, ഇലക്ട്രിസിറ്റിയുടെ, പാവപ്പെട്ടവന്റെ വീട് വെക്കാൻ അടിസ്ഥാനം കെട്ടുമ്പോൾ എല്ലാം ഒരു പങ്ക് സർക്കാരിന്റെ പടിക്കൽ കൊണ്ടുവയ്ക്കുമ്പോൾ മറ്റൊരു പങ്ക് സഖാക്കളുടെ മണിമാളികയിൽ കൊണ്ട് വെക്കേണ്ട ഗതികേടിലാണ് കേരള ജനത. ഇവിടെയും ഒരു യോഗി ആവശ്യമല്ലേ?